ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026-ൽ റിലീസായ ദി വൈറൽ ഹിറ്റ് എന്നൊരു ജാപ്പനീസ് ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 6 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഷിമുറ ട്രൗസർ അഴിക്കാൻ നേരം പെട്ടെന്ന് ഓഗി വന്ന് തടയും. എന്നിട്ട് എല്ലാവർക്കും കണക്കിന് കൊടുക്കും. മൊട്ടയ്ക്ക് ഇവനെ പേടിയായതുകൊണ്ട് ഒന്നും ചെയ്യാതെ അവിടുന്ന് പോകും. ഷിമുറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധമായിരിക്കും അവന്. ഓഗി സാമിയെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. അത് കണ്ട അക്കിയും ഒരുപാട് കരയും. ശരിക്കും ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഷിമുറയെ. ശേഷം ക്ലാസ്സിൽ മൊട്ടയുടെ ലൈവാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ അവൻ്റെ വേട്ടമൃഗം മഞ്ഞത്തലയനാണ്. ശേഷം അക്കിയുടെ അടുത്തേക്ക് കുറച്ച് പെണ്ണുങ്ങൾ വന്ന്, ഞങ്ങൾ കേട്ടത് ശരിയാണോ? നീയാണോ വൈറൽ ഹിറ്റിൻ്റെ എഡിറ്റർ? നിനക്ക് വേറെ നല്ല കൂട്ടുകാരെയൊന്നും കിട്ടിയില്ലേ? ഇവൾക്കൊക്കെ ഭ്രാന്തായി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. ശേഷം ക്ലാസ്സിൽ ഷിമുറ വന്നിട്ടില്ല. അവൻ്റെ സീറ്റിൽ കുറച്ച് പയ്യന്മാർ വന്ന് റസ്റ്റ് ഇൻ പീസ് എന്നും പറഞ്ഞ് ഓരോന്ന് ചെയ്യുന്നുണ്ട്. ആ സമയം റൂമി മഞ്ഞത്തലയിനോട് ഈ ഫോട്ടോസ് ഒന്ന് എഡിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഇപ്പോഴോ? അപ്പോൾ മൊട്ട ഇപ്പോൾ തന്നെ പറയുന്നത് കേട്ടോളാം, അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കും. ശേഷം സാമിയ, നീ ഓക്കെ അല്ലേ, എവിടെയാ എന്നൊക്കെ ഷിമുറക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ റിപ്ലൈ ഇല്ല. അവൻ ജോലി സ്ഥലത്തും വന്നിട്ടില്ല. എന്ത് പറ്റിയതാണെന്ന് ഒരുത്തൻ ചോദിക്കുമ്പോൾ അതിന് കാരണം ഇതാണെന്ന് പറഞ്ഞ് ഇന്നലത്തെ ലൈവ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഓഗിയോട് അവൻ്റെ വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ഇന്ന് സ്കൂളിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അവൻ്റെ കാര്യത്തിൽ പേടിയുണ്ടെന്ന് പറയുമ്പോൾ അവൻ ഓക്കെ ആയിരിക്കും. പക്ഷെ അവൻ്റെ മാനം പോയതിൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറയും. ശേഷം റൂമി ഇൻസ്റ്റയിൽ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് അതിൽ വരുന്ന കമൻറ്റ്സ് ഷിമുറയ്ക്ക് എങ്ങനെയുണ്ട്, വൈറൽ ഹിറ്റെല്ലാം അവസാനിച്ചോ, അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് സാമിയ ലൊക്കേഷൻ കണ്ടെത്തി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും ഡോറ് തുറക്കാതെ വരുമ്പോൾ അവൾ പോകാൻ നിൽക്കും. അപ്പോഴാണ് അക്കി അവിടേക്ക് വരുന്നത്. ഇവളെ കണ്ട് അവളൊന്ന് സ്റ്റക്കാവും. എന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കും. അവരുടെ ഡേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതൊരു ഡേറ്റ് ഒന്നും അല്ലായിരുന്നു എന്ന് പറയും. നീയും ഇവരുടെ ഇടയിലുള്ള ആളായിരുന്നോ? അപ്പോൾ അതെ എന്ന് പറയും. അങ്ങനെ അവൾ അവിടുന്ന് പോകുന്നു. ശേഷം മൊട്ട ലൈവിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഷിമുറയുടെ കട്ട ചങ്ക് കൂടെയുണ്ട്. നിനക്കാണല്ലോ അവനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. വൈറൽ ഹിറ്റ് എങ്ങനെ ഉണ്ടായെന്ന് പറ. എല്ലാം സത്യമായി പറയണം. പക്ഷെ മഞ്ഞത്തലേന് അവനോടുള്ള ഇഷ്ടം കൊണ്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും ഒന്നും വിട്ടു പറയുന്നില്ല. ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് ഡൊണേഷൻ കിട്ടിയെന്നൊക്കെയാണ് പറയുക. അപ്പോൾ അവൻ എങ്ങനെയാ ആ ഫൈറ്റൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാ. ഇനി എനിക്ക് ആ ലൂസറിൻ്റെ കൂടെ ഫ്രണ്ടായി ഇരിക്കണ്ട. എനിക്ക് അവനെ കാണണ്ട. മൊട്ട കണ്ടില്ലേ, ഇനി അവൻ്റെ അടുത്ത വീഡിയോ മാപ്പ് പറച്ചിലായിരിക്കണം. എല്ലാവരുടെയും മുന്നിൽ ഹീറോ ആയി തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതിന്. എന്നിട്ട് മഞ്ഞത്തലേൻ്റെ മുടി പിടിച്ച് ഇപ്പോൾ ഷിമുറ എവിടെയുണ്ട്, അവൻ എത്ര ദിവസം സ്കൂളിലേക്ക് വരാതിരിക്കും? അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നീ തന്നെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ എനിക്കിനി അവനുമായി ഒരു ബന്ധവും ഇല്ലെന്ന്. അപ്പോൾ നീ നുണ പറയാണ്. നീ പറയുന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? നീ തന്നെ അവനെ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരാം, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. ശേഷം അവൻ പോവാൻ നേരത്ത് അക്കി വന്ന് ഷിമുറയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇതെന്താ എല്ലാവരും അവനെപ്പറ്റി എന്നോട് ചോദിക്കുന്നത്? അവനെ എങ്ങനെയും സ്കൂളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആ ഹോസ്പിറ്റൽ കണ്ടെത്തണം, അവിടെയാണ് അവൻ്റെ അമ്മയുള്ളത്. ശേഷം മഞ്ഞത്തലയൻ ഷിമുറയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. ഷിമുറ എവിടെയാണെന്ന് അറിയോ? അവനെ എവിടെ നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും അവനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവൻ വല്ല തിരക്കിലും ആയിരിക്കും. ഇവൻ്റെ പേര് അമ്മക്കറിയാം. മോനാണല്ലേ അത്? അവൻ എപ്പോഴും മോനെക്കുറിച്ച് പറയാറുണ്ട്. നീയാണ് അവൻ്റെ ആദ്യത്തെ ഫ്രണ്ട് എന്നൊക്കെ. എന്തായാലും അവൻ്റെ സ്കൂൾ ലൈഫ് നന്നായി പോകുന്നുണ്ടല്ലോ. സമാധാനം. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കും. ഇത് കേട്ട അവനും ഭയങ്കര വിഷമാവും. ശേഷം ഷിമുറയെ കാണിക്കുന്നു. വലിയൊരു ബിൽഡിങ്ങിൻ്റെ ടെറസിലായിരിക്കും അവൻ. അവിടുന്ന് ചാടാൻ നിൽക്കുകയാണ്. വേഗം പോയി ചാടെന്ന് പറയും. അത് അക്കിയായിരിക്കും. അപ്പോൾ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ തീർന്നു. ഞാൻ എത്രത്തോളം നാണം കെട്ടതാണെന്ന് നീയും കണ്ടതല്ലേ. ഇനിയും ഈ ലൈഫ് തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല. ഇതിലും ഭേദം മരിക്കുന്നതെന്ന് പറയുമ്പോൾ അക്കി ഓടിച്ചെന്ന് അവിടുന്ന് ചാടും. ഇവൻ ഞെട്ടി അവിടുന്ന് നോക്കുമ്പോൾ അവിടെ വേറൊരു നിലമുണ്ട്. എല്ലാവരും നിനക്കായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും വൈറൽ ഹിറ്റിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ആളുകൾ. അപ്പോൾ അതൊക്കെ ഇനി ആർക്ക് വേണം? എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. അപ്പോൾ നിനക്ക് മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ മരിച്ചോ, ഞാനൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ശേഷം ഓഗിയുടെ ട്രെയിനിങ് ആണ് കാണിക്കുന്നത്. അവനൊരു MMA ഫൈറ്റർ ആയിരിക്കുമല്ലോ. നിന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അത് സാമി ആയിരിക്കും. ആ സംഭവം നടന്നിട്ട് 1 മാസമായി.
അവൻ ജോലിസ്ഥലത്തും വരാറില്ല, എൻ്റെ മെസ്സേജും നോക്കാറില്ല. ഇനി അവൻ എന്തേലും ചെയ്തു കാണുമോ എന്നാണ് എൻ്റെ പേടി. ശേഷം മഞ്ഞത്തലേനെ മൊട്ട ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഷിമുറയെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് അവനെ തല്ലുന്നു. അവനെ ഞാൻ കുറേ നോക്കി, എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല. മൊട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ കിടന്ന് വെല്ലുവിളിച്ച് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇനിയും വ്യൂവേഴ്സിന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അവനെ കിട്ടിയാലേ നിന്നെ വിടൂ എന്നും പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ നിൽക്കും. പക്ഷെ അവൻ, ഷിമുറ നീ ഒരിക്കലും ഇവിടേക്ക് വരരുത്, ഇവന്മാർ നിന്നെ കൊല്ലു എന്ന് പറയും. മൊട്ട നല്ല അടി കൊടുക്കും. നീ എന്താടാ ഒരുപാട് സ്മാർട്ടാവുന്നു. അപ്പോഴാണ് അവിടേക്ക് ഷിമുറ വരുന്നത്. അവസാനം നീ വന്നു അല്ലേ? ഷിമുറ മഞ്ഞത്തലേനോട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറയും. അന്ന് അക്കി അവനോട് പറഞ്ഞിരുന്നു, പിന്നെ വേറൊരു കാര്യമുണ്ട്, നീ ഒറ്റക്കല്ലെന്ന് ഓർമ്മ വേണം എന്ന്. ആ സമയം അവൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ശേഷം അവിടേക്ക് അക്കിയും എത്തുന്നു. അടുത്ത വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെ ഒരു ബുള്ളിയെ അടിച്ചു തോൽപ്പിക്കാം എന്നതായിരിക്കണമെന്ന് പറയും. ഇവിടെ ഓഗി സാമിയോട് ഇനി നീ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആ ലൈവ് കാണിച്ചു കൊടുക്കും. അന്ന് അവന് വന്ന ആ നോട്ടിഫിക്കേഷൻ ആ കോഴിത്തലേൻ്റേതാണ്. എങ്ങനെ ഒരു ബുള്ളിയെ കീഴ്പ്പെടുത്താം എന്നുള്ളതാണത്. അവൻ അയാളുടെ ക്ലാസ് കണ്ടിരുന്നു. എന്നിട്ട് അയാൾ പറയുന്നത് പോലെ അവൻ നന്നായി ട്രെയിൻ ചെയ്തിരുന്നു. അതനുസരിച്ച് നല്ല ഫുഡുമൊക്കെ കഴിച്ച് ഈ 1 മാസം അവൻ ഇതിനു വേണ്ടിയാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ ഫൈറ്റിനായി റെഡിയാവും. അങ്ങനെ അവൻ കോഴിത്തലേനെ മനസ്സിൽ ധ്യാനിക്കും. അപ്പോൾ കൗണ്ടർ അറ്റാക്കിന് റെഡിയല്ലേ? പണ്ടൊരു മാർഷൽ ആർട്സ് ചാമ്പ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പവർഫുൾ എതിരാളിയെ തോൽപ്പിക്കാൻ ഒരു ടെക്നിക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഇതായിരിക്കണം. അത് ഷിമുറ അവിടെ യൂസ് ചെയ്യും. അതുപോലും അവൻ നന്നായി ട്രെയിൻ ചെയ്തിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മൊട്ടക്ക് നേരാവണ്ണം നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്ത് തരം കിക്കാണെന്ന് ഓഗിക്ക് മനസ്സിലാവും. അപ്പോൾ നിനക്കാകെ ഈ ഒരു ഐറ്റം മാത്രമേ അറിയുള്ളൂ അല്ലേ? ഇനി അത് നടക്കില്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ തുടങ്ങും. ഒരു ലൂസർ എന്നും ഒരു ലൂസർ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എന്ന് തൊട്ടാണ് ഒരു ലൂസറായത്? ഞാൻ ജനിച്ചപ്പോൾ തൊട്ടോ? ഇവൻ എല്ലാവരുടെ അടുത്തും നല്ല പോലെ സംസാരിക്കുമ്പോഴും ഈ മൊട്ട വന്ന് വെറുതെ അവനെ അടിക്കുമായിരുന്നു, ഒരു കാരണവുമില്ലാതെ. അതോടെ ഇവന് ആരുമായും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റാതെ പോയി. അങ്ങനെ ഷിമുറ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. മൊട്ട അടിക്കാൻ വരുന്ന സമയത്ത് അവൻ്റെ കാലൊടിഞ്ഞു പോവാണ്. ഷിമുറ കാലിനിട്ട് അടിച്ച ഓരോ അടിയുടെയും എഫക്റ്റ് ആയിരിക്കും അത്. ഞാനൊരു ലൂസർ അല്ലടാന്ന് പറഞ്ഞ് നല്ല പഞ്ച് കൊടുക്കും. ഇത് കണ്ട് എല്ലാവരും ഷോക്കാവും. യൂട്യൂബിൽ ഡൊണേഷനായി വലിയ എമൗണ്ടൊക്കെ വ്യൂവേഴ്സ് അയക്കും. റൂമി അവിടുന്ന് പതുക്കെ സ്കൂട്ടാവും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ അവൻ്റെ ഫ്രണ്ട്സ് ചെന്ന് സമാധാനിപ്പിക്കും. അത് കണ്ട് സാമിയേക്കും സന്തോഷമാവും. ശേഷം അവരിപ്പോൾ ബീച്ചിലാണുള്ളത്. നമ്മുടെ ചാനൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നു. അപ്പോൾ ഡൊണേഷനോ അതും മില്യൺ കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഷിമുറ ഹാപ്പിയാവും. അത് കണ്ട് മഞ്ഞത്തലേ, ഞാൻ കരുതി നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തതെന്ന്. രക്ഷിക്കാൻ തന്നെയാണ്, പക്ഷേ കാശിന് കാശ് തന്നെ വേണ്ടേ? അങ്ങനെ അവർ ഹാപ്പിയായി തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. ശേഷം പിറ്റേ ദിവസം ഷിമുറ സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും അവൻ്റെ ഫാൻസ് ആയിട്ടുണ്ടാകും. അപ്പം മഞ്ഞത്തലേൻ അവിടേക്ക് വന്ന്, ഇതിനൊക്കെ കാരണം ഞാനാണ് ഇതിൻ്റെ ഈ ചാനലിൻ്റെ ക്രിയേറ്റർ ആൻഡ് പ്രൊഡ്യൂസർ. പക്ഷെ അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഷിമുറയെ മതി. ആ സമയം റൂമിയുടെ ഇൻസ്റ്റയിലെ ലൈവ് കണ്ട് ബാക്കി കുട്ടികൾ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്തൊരു ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞ്. ആ സമയം അവൾക്കൊരു മെസ്സേജ് വരും. ഒഫീഷ്യൽ ഇൻഫ്ലുവൻസർ പാർട്ട്ണർ ആവാനുള്ള ഒരു ഇൻവിറ്റേഷൻ മെസ്സേജ് ആയിരിക്കും അത്. ശേഷം അക്കി മഞ്ഞത്തലേൻ്റെ അടുത്തേക്ക് വരും. ഷിമുറ എവിടെ? എനിക്കെങ്ങനെ അറിയാനാ? അപ്പോൾ എന്തു പറ്റി? അവനിപ്പോൾ എല്ലാം സെറ്റാണല്ലോ. നിനക്ക് അസൂയയാണോ അവനോട്? എനിക്കെന്താ അസൂയ? അപ്പോൾ നിൻ്റെ ജോലി ഇനി അവന് അടുത്ത ഒപ്പോണൻറ്റിനെ കണ്ടുപിടിക്കുക എന്നതാണ്. എനിക്ക് നിന്നിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകും. നല്ല പ്രതീക്ഷയോ? എന്നോടോ? അതും ഇവൾക്ക്? ശേഷം റൂമി ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാഡ് ഫെലോസ് എന്നാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ പേര്. അവൾ, എനിക്കൊരുപാട് ഫോളോവേഴ്സ് വേണം, അത് കിട്ടുമോയെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ CEO അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറയും. ശേഷം ഷിമുറ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെല്ലും. ചെന്നപാടെ സാമിയുമായി കൂട്ടിയിടിക്കും.
അവളൊരു കർച്ചീഫ് എടുത്തു കൊടുക്കും. കുറച്ചായാലോ കണ്ടിട്ട്, എന്നിട്ട് നിന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് ചാടിച്ചതിൽ സോറി. നീ മെസ്സേജ് അയച്ചപ്പോഴും റിപ്ലൈ ചെയ്യാനുള്ള ധൈര്യമുണ്ടായില്ല, സോറി. അവൾ താങ്ക്സ് പറയും. നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എൻ്റെ കൂടെ കഫേയിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ന് പറയും. അങ്ങനെ ഹാപ്പിയായി പോകുന്നതിനിടയിലാണ് അവൾ തന്ന കർച്ചീഫ് തിരിച്ചു കൊടുക്കാൻ മറന്ന കാര്യം ഓർമ്മ വരുന്നത്. അത് കൊടുക്കാനായി പിന്നാലെ ചെല്ലുമ്പോൾ അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോവും. ആ വീടിൻ്റെ വലുപ്പം കണ്ട് അവൻ ഞെട്ടു. ഇവൾ ഇത്രക്കും റിച്ചാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ശേഷം ഷിമുറയോടുള്ള കൂട്ടറിഞ്ഞ് അച്ഛൻ, അവനൊരു അലമ്പനല്ലേ, എന്തിനാ അവൻ്റെ കൂടെ നടക്കുന്നത്, അത് നിനക്ക് ഭാവിയിൽ ദോഷം ചെയ്യും, നിന്റെ ടൈം നീ വേസ്റ്റ് ചെയ്യരുത്, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യ്, ഇനി അവനെ കാണരുതെന്നും പറയും. ശേഷം മഞ്ഞത്തലയൻ ഒരു ഫൈറ്റിംഗ് ഷോ കാണിച്ചു കൊടുക്കും. അക്കി അത് ബാഡ് ഫെലോസ് ആണെന്ന് പറയും. ഇത് ഭയങ്കര പോപ്പുലർ ഷോയാണ്, അമേച്ചർ ഫൈറ്റിംഗ് ആണ്. അതിൻ്റെ കമൻസ് കാണിച്ചു കൊടുക്കും. വൈറൽ ഹിറ്റുമായി ഒരു ഫൈറ്റ് വേണമെന്നാണ് കൂടുതൽ പേരുടെയും ആവശ്യം. പിന്നെ നിനക്കായി പുതിയൊരു ഒപ്പോണൻറ്റിനെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ഞാൻ എത്ര വലിയ ജീനിയസ് പ്രൊഡ്യൂസറാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതൊരു സുമോ റെസ്ലർ ആയിരിക്കും. ഇത് കണ്ട് അവർ തിരിച്ചു പോകാൻ നിൽക്കും. എന്താ കുഴപ്പം, കാണുന്നവർക്കൊരു ഹരമാവില്ലേ? എന്നാൽ നീ പോയി അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവൻ തന്നെ സുമോയുമായി നേരിടാൻ റെഡിയാവും. ഷിമുറ അത് ലൈവാക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ അത് അവസാനിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്യാങ് ആയല്ലേ, എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ? ആ, അതാണ് ഇപ്പോൾ ഞങ്ങളും ആലോചിക്കുന്നത് എന്ന് പറയും. ഇവനാകെ ബാഡാവും. ശേഷം അക്കി അവളുടെ വീട്ടിലേക്ക് അവനെ ക്ഷണിക്കും. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് അത് അവനും സമ്മതിക്കും. അത് അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കും. ശേഷം ഇപ്പോൾ റൂമിയും അതിൻ്റെ സിഇഒയും തമ്മിൽ സെറ്റായിട്ടുണ്ടാകും. അവൾക്കിപ്പോൾ അവരുടെ കൂടെ ചേർന്ന് 70,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടാകും. ശേഷം ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് റൂമി വന്ന്, അവർ ഇപ്പോൾ നിന്നെ അവോയ്ഡ് ചെയ്യണല്ലേ, പക്ഷെ നീ എത്രത്തോളം അടിപൊളിയാണെന്ന് എനിക്കറിയാലോ. അപ്പോൾ അവനൊരു പൊലിവൊക്കെ തോന്നും. ശേഷം അക്കി ഭയങ്കര ഹാപ്പിയായി ഏത് ഡ്രസ്സ് ഇട്ട് നിൽക്കണമെന്ന് ആലോചിക്കുന്നു. അവളുടെ അച്ഛൻ, അങ്ങനെ ആദ്യമായിട്ടാണല്ലോ നീ ഒരു ഫ്രണ്ടിനെ എവിടേക്ക് വിളിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് ഷിമുറ വരുന്നത്. അപ്പോൾ ഒരു ബോയ് ആയിരുന്നു അവളുടെ ഫ്രണ്ട് എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അവളുടെ അച്ഛൻ. ശേഷം മഞ്ഞത്തലേനെ റൂമിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവനെ കുറേ പൊക്കിയടിക്കും. എന്നിട്ട് അക്കി ഒരു ഡൊണേഷൻ പോലും കിട്ടിയിട്ടില്ലെന്ന് പറയും. അവൻ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്. ഇവരുടെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫുഡ് ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നില്ല അവൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിരുന്നത്. ഫൈറ്റ് തന്നെ ചെയ്യണമെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കും. അക്കി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ ഫൈറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാണെന്ന് പറയും. എന്നിട്ട് അക്കിക്ക് ഡൗട്ട് തോന്നി അവൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കും. പക്ഷെ പാസ്വേഡ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ മഞ്ഞത്തലേനെ വിളിച്ചിട്ട് നമ്മുടെ ചാനലിൻ്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവനുള്ളത് വേറെ എവിടെയോ ആണെന്ന് ഇവൾക്ക് മനസ്സിലാവും. ഇവൾ അവനെ വിളിച്ച് ഒരു എമർജൻസി ഉണ്ട്, പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വായെന്ന് പറയും. നമ്മുടെ ചാനൽ സസ്പെൻഡ് ആവാൻ പോവുകയാണെന്ന് കാണിക്കുന്നത്, ആരോ ഹാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് പോകാൻ നേരം മുന്നിൽ വേറെ ഏതോ ഒരുത്ത് നിൽക്കുന്നുണ്ടാവും. അത് മൊട്ടയുടെ ആൾക്കാരായിരിക്കും. കുപ്പിയെടുത്ത് അവൻ്റെ മണ്ട അടിച്ച് പൊളിക്കും. ഇതൊരു വാണിംഗ് ആണെന്ന് പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.